എക്സുകൾ പലവിധം. ടൈപ്പ് 1 ഈ ഒന്നാമത്തെ ടൈപ്പിലുള്ള ആൾക്കാർ ബ്രേക്കപ്പിന് ശേഷം ഭയങ്കര സ്നേഹമായിരിക്കും. എനക്കിപ്പോൾ നമ്മളിതൊന്നും വേണ്ടല്ലേ, എന്ത് രസമായിരുന്നു നമ്മൾ അന്നത്തെ ആ ഒരു കാലം, ഈ എന്നെ മറന്നോ, റിലേഷൻഷിപ്പിലായപ്പോൾ എവിടെയായിരുന്നു നിൻ്റെയൊക്കെ ഈ ഒരു കൊട്ട സ്നേഹം. ടൈപ്പ് 2 ഇവരെ നമ്മൾ പേടിക്കണം. നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ പരദൂഷണം പറഞ്ഞ് ബ്രേക്കപ്പ് ആയാലുള്ള കാരണം തൊട്ട് എല്ലാം ഈ ചെയ്തത് മൊത്തം നമ്മുടെ തലയിൽ തന്നെ വെക്കും. എന്തിന്? നമ്മളെ ഫ്രണ്ട്സ് പോലും പിന്നെ നമ്മളെ കണ്ടാൻ വേണ്ടൂല, ഇവരെയായിരിക്കും വിശ്വസിക്കുക. ടൈപ്പ് 3 ഈ ടീമിനെ നമ്മളങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർ നേരിട്ട് എക്സിനൊന്നും മെസ്സേജ് അയക്കില്ല. വല്ല ഫേക്ക് അക്കൗണ്ടൊക്കെ എടുത്തിട്ട് അവരുടെ അക്കൗണ്ടൊക്കെ നോക്കി, അവരുടെ സ്റ്റോറിയൊക്കെ നോക്കി, അവർക്ക് സുഖമല്ലേ, ഫ്രണ്ട്സിനോടൊക്കെ പോയിട്ട് അവൾ ഓക്കെ ആണോ, ഈ ടൈപ്പിലുള്ള ആൾക്കാരാണ് നമ്മൾ കല്യാണത്തിന് ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുമല്ലേ, അത് വരാം. ടൈപ്പ് 4 ഈ ആൾക്കാരെ പ്രത്യേകം എന്താണെന്ന് അറിയോ, ഇവരല്ലെങ്കിൽ ഒന്നും മെസ്സേജ് അയക്കില്ല. ഒരു പ്രത്യേക ദിവസം വേണം ഇവർക്ക് മെസ്സേജ് അയക്കാൻ. ഹാപ്പി ബർത്ത്ഡേ, ഇപ്പോൾ നമുക്ക് ജോലി കിട്ടി അല്ലെങ്കിൽ നമ്മൾ എക്സാമൊക്കെ പാസ്സായാൽ കൺഗ്രാജുലേഷൻസ്, എന്നിട്ട് അന്നത്തെ ദിവസത്തിൻ്റെ ഒരു വൈബും മൂടുന്നില്ല, അത് മൊത്തം കളയും. അതാണ് ഇവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ്. ഇനി അഞ്ചാമത്തെ ടൈപ്പ് ഇവരെങ്ങനെയെന്ന് അറിയോ, നമ്മളോട് പോവാൻ കാത്തുക്കുക, അതായത് ഈ കട്ടിലൊഴിയാൻ കാത്തു നിൽക്കാവും അടുത്ത ആൾക്ക് റിലേഷൻഷിപ്പിലാവാൻ, എന്നിട്ടിടും ഫൈനലി ഐ ഫൗണ്ട് മൈ ജെം, എന്നാൽ പിന്നെ നീ ഇനി ആ ജെമ്മുമായിട്ടാണ് പോയിക്കോ. ഇതാണ് ഇവരുടെ ഒരു ലൈൻ. എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇവർ അടുത്ത ആൾക്ക് കമ്മിറ്റഡാവും, നമ്മളെന്നെ കണ്ട് അന്തം വിടും. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ബാധകമായിട്ടുണ്ട് കേട്ടോ. ഇതിലെല്ലാവരും പല ടൈപ്പിലുള്ളവരായിരിക്കും, ഗേൾസ് ആൻഡ് ബോയ്സ്. എൻ്റെ എക്സ് വരുന്നത് ടൈപ്പ് 1 നിങ്ങൾ എക്സ് ഒക്കെ ഏത് കാറ്റഗറിയിലാണ്?